വെൽക്കം ടു ദി ഓൺലൈൻ കോഴ്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ ഡാറ്റ അനാലിസിസ്. നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇൻട്രഡക്ഷൻ ടു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ആദ്യം തന്നെ എൻ്റെ പേര് പവിത്ര. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാര്യവട്ടം ക്യാമ്പസിലെ MSc ഡാറ്റ സയൻസ് വിദ്യാർത്ഥിനിയാണ്. ആദ്യം നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡെഫിനിഷൻ നോക്കാം. നമ്മളെല്ലാവരും സ്റ്റാറ്റിസ്റ്റിക്സ് കേട്ടിട്ടുണ്ട്, പക്ഷേ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒരേ ഫീൽഡാണെന്നാണ്. പക്ഷേ അത് അങ്ങനെയല്ല. മാത്തമാറ്റിക്സിൻ്റെ ഒരു ബ്രാഞ്ച് മാത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. സ്റ്റാറ്റിസ്റ്റിക്സ് വന്നിട്ട് ഡീൽ ചെയ്യുന്നത് നമ്മൾ ഇന്ന് റിയൽ ലൈഫിൽ ഒരുപാട് ഡാറ്റയായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. എല്ലാം തന്നെ ഇപ്പോൾ ഡാറ്റയാണ്. അങ്ങനത്തെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതും അതിനെ ഓർഗനൈസ് ചെയ്യാൻ, സമ്മറൈസ് ചെയ്യാൻ, പ്രസൻറ്റിങ്, അനലൈസിങ്, ഇൻ്റർപ്രറ്റിങ്, പിന്നെ അതിൽ നിന്ന് ആവശ്യമുള്ള കൺക്ലൂഷൻസ് കണ്ടെത്തുകയും ചെയ്യുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പർപ്പസ്, സ്റ്റാറ്റിസ്റ്റിക്സ് ബ്രാഞ്ച് കൊണ്ട് ചെയ്യുന്നത്. ദെൻ സ്കോപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്നത്തെ റിയൽ ലൈഫിൽ ഒരുപാട് സ്കോപ്പുണ്ട്. അതിൽ ഏറ്റവും മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമുക്ക് റോ ആയിട്ട് കിട്ടുന്ന ഡാറ്റയെ ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ്ഫുൾ ഇൻഫർമേഷൻസ് ആയിട്ട് മാറ്റുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഏറ്റവും വലിയൊരു ഫങ്ഷൻ. പിന്നെ അത് വന്നിട്ട് ഇന്നത്തെ കാലത്ത് ഗവൺമെൻറ്, ബിസിനസ്, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഏരിയാസിൽ, ഒരുപാട് ഫീൽഡ്സിൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അവിടെയൊക്കെയാണ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും ഒക്കെ അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ തന്നെ അൺസർട്ടനിറ്റി വരുന്ന സമയങ്ങളിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് മോഡേൺ കമ്പ്യൂട്ടേഴ്സിനെ കമ്പ്യൂട്ടിംഗ് പർപ്പസിന് വേണ്ടിയിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡാറ്റ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഡാറ്റ സയൻസ് എന്ന് പറഞ്ഞാൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡാണ്. അതിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഉണ്ട്, പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, പിന്നെ ഡാറ്റാബേസ്, ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ഫീൽഡാണ് ഡാറ്റ സയൻസ്. സോ അപ്പോൾ ഡാറ്റ സയൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്ന ഒരു ഡാറ്റ അത് റോ ഫോമിലായിരിക്കും. സോ അപ്പോൾ അതിൽ നിന്നൊരു പാറ്റേൺ റെക്കഗ്നൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് വേരിയസ് മെഷേഴ്സ് കമ്പ്യൂട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ നിന്നൊരു കൺക്ലൂഷൻസ് കണ്ടെത്താൻ, അതിന് ഒരു ഡിസിഷൻ മേക്കിംഗ് പർപ്പസിന് വേണ്ടി എന്തൊക്കെ വേണോ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് കൊണ്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസായ പല ടൂൾസും നമ്മൾ ഡാറ്റ സയൻസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഡാറ്റ മൈനിങ്, വിഷ്വലൈസേഷൻ, ഇതെല്ലാം സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ഡാറ്റ സയൻസിൽ ചെയ്യുന്നത്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നുണ്ട്. ഡാറ്റ സയൻസിൽ ഞാൻ പറഞ്ഞ പോലെ ഡാറ്റ സയൻസ് ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫീൽഡായത് കാരണം ഇതെല്ലാം ഇതിനകത്തോട്ട് വരുന്നുണ്ട്. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിനെ നമ്മൾ ബ്രോഡായിട്ട് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. 2 ഡിവിഷൻസ് ഉണ്ട്. ഒരെണ്ണം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സും പിന്നെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സും. ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേനും അവിടെ നടക്കുന്നത് നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതും പിന്നെ അതിനെ സമ്മറൈസ് ചെയ്യുന്നതും പിന്നെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതും. ഒരു കിട്ടുന്ന ഡാറ്റ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ജസ്റ്റ് ഒരു സമ്മറി ആയിട്ട് എടുക്കുന്നതാണ് സമ്മറൈസിങ്. പിന്നെ ആ ഡാറ്റ എന്താണ് എന്ന് പറയുന്നതാണ് ഡിസ്ക്രൈബിങ് ഡാറ്റ. ആ ഡാറ്റയെ പറ്റിയിട്ട് കൊടുക്കുന്ന ഡിസ്ക്രിപ്ഷനാണ് ഡിസ്ക്രൈബിങ് ഡാറ്റയിൽ വരുന്നത്. ഇതൊക്കെയാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നടക്കുന്നത്. പിന്നെ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ സ്റ്റഡി ചെയ്യുന്ന ഒരു വലിയ പോപ്പുലേഷൻ ആയിരിക്കും. ആ പോപ്പുലേഷൻ്റെ എല്ലാ ഡാറ്റാ സെറ്റിൻ്റെയും ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത് നമുക്ക് അത്ര ഈസി ആയിരിക്കില്ല, ഡിഫിക്കൽട്ടായിരിക്കും. സോ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സിസ്റ്റമാറ്റിക് വേയിൽ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ആ സാമ്പിളിൻ്റെ മെഷേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് പോപ്പുലേഷൻ്റെ ജനറലൈസേഷൻ നടത്തും. അതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ നടക്കുന്നത്. സോ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നടക്കുന്ന കാര്യങ്ങൾ കളക്റ്റിംഗ് ഡാറ്റ, പ്രസൻറ്റിംഗ് ഡാറ്റ, ക്യാരക്ടറൈസിങ് ഡാറ്റ. കളക്റ്റിംഗ് ഡാറ്റ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ വീടുകളിൽ സെൻസസ് എടുക്കാൻ വരുന്നതും സർവേ നടത്താൻ വരുന്നതും, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ഫോം ഫില്ല് ചെയ്യുന്നതും, ഓൺലൈൻ സർവേസ് അറ്റൻഡ് ചെയ്യുന്നതും, ഇതെല്ലാം ഒരു കളക്ഷൻ ഓഫ് ഡാറ്റ തന്നെയാണ്. ഇങ്ങനെ കിട്ടുന്ന എല്ലാ ഡാറ്റയും നമ്മൾ പിന്നീട് ഡാറ്റ അനാലിസിസിന് വിധേയമാക്കുന്നുണ്ട്. സോ അപ്പോൾ ഇങ്ങനെയൊക്കെ കളക്ട് ചെയ്യുന്ന ഡാറ്റ, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് കളക്ഷൻ ഓഫ് ഡാറ്റ. അതിനൊരു എക്സാമ്പിളാണ് സർവേ. ദെൻ പ്രസൻറ്റിംഗ് ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡാറ്റ ഒരു റോ ഫോമിലായിരിക്കും. അത് നമുക്ക് വേറെ നമ്പേഴ്സൊക്കെ ആയിരിക്കും മേ ബി. സോ അപ്പോൾ അതിനെ കണ്ട ഉടനെ അതെന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല.
അതിനെ ഒരു കോമൺ മാനും മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു ടേബിൾസിൻ്റെ ഫോമിലോ അല്ല ഗ്രാഫിൻ്റെ ഫോമിലോ മാറ്റി അതിനെ ഒരു വിഷ്വൽ ഇൻ്റർപ്രിട്ടേഷൻ നടത്തുന്നതാണ് പ്രസൻറ്റിങ് ഡാറ്റയിൽ വരുന്നത് വിഷ്വലൈസേഷൻ ഓഫ് ഡാറ്റ. ആ ഏരിയ ആ ബ്രാഞ്ച് വന്നിട്ട് ഡാറ്റ സയൻസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദെൻ ക്യാരക്ടറൈസിങ് ഡാറ്റ. ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ പല സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും വെച്ചുകൊണ്ട് ആ ഡാറ്റയിൽ എന്തൊക്കെയാണ്, ആ ഡാറ്റ എന്താണെന്ന് നമ്മൾ ക്യാരക്ടറൈസേഷൻ നടത്തും അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേഷൻ നടത്തുന്നു. അതാണ് ക്യാരക്ടറൈസേഷൻ ഓഫ് ഡാറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ് സാമ്പിൾ മീൻ, പിന്നെ വേരിയൻസ്, അതുപോലെ കുറേ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉണ്ട്. ദെൻ ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സിലെ ഏറ്റവും രണ്ട് മെയിനായിട്ടുള്ള പ്രോസസ്സാണ് എസ്റ്റിമേഷൻ ആൻഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. എസ്റ്റിമേഷൻ എന്ന് പറയുമ്പോഴത്തേനും നമുക്കൊരു വലിയ പോപ്പുലേഷൻ ഉണ്ടാകും. ആ പോപ്പുലേഷൻ്റെ എല്ലാ ഡാറ്റ കളക്ട് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരിക്കുമല്ലോ. സോ അപ്പോൾ അതിൽ നമ്മളൊരു സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ആ സാമ്പിളിൻ്റെ മെഷേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ പോപ്പുലേഷൻ ജനറലൈസേഷൻ നടത്തുന്നുണ്ട്. സോ അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു മീൻ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു സാമ്പിൾ മീൻ നമുക്ക് കിട്ടി. ആ സാമ്പിൾ മീൻ വെച്ചുകൊണ്ട് പോപ്പുലേഷൻ മീൻ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് എടുക്കുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർ അത് സാമ്പിളിൻ്റെ മെഷർ വെച്ചുകൊണ്ട് പോപ്പുലേഷൻ മെഷറിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അതാണ് എസ്റ്റിമേഷനിൽ നടക്കുന്നത്. ദെൻ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്. ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേനും ഇപ്പോൾ നമുക്കൊരു പോപ്പുലേഷൻ്റെ കാര്യങ്ങളൊക്കെ അൺനോൺ ആയിരിക്കുമല്ലോ. സോ അപ്പോൾ നമ്മൾ അവിടെ ഒരു അസംഷൻ നടത്തുന്നു. പോപ്പുലേഷൻ്റെ മെഷർ ഇതായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു അസംഷൻ നടത്തുന്നു. ആ അസംഷനാണ് ഹൈപ്പോത്തസിസ്. ആ അസംഷനെ അല്ലെങ്കിൽ ആ ഹൈപ്പോത്തസിസിനെ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കുറച്ച് പ്രോസസ്സിലൂടെ അതിനെ ടെസ്റ്റ് ചെയ്ത് അത് അക്സെപ്റ്റ് ചെയ്യണോ റിജക്റ്റ് ചെയ്യണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആകുമ്പോഴത്തേനും ഒരു സാമ്പിൾ കൊണ്ട് ഒരു പോപ്പുലേഷന് സിസ്റ്റമാറ്റിക് വേയിൽ കളക്ട് ചെയ്ത ഒരു സാമ്പിൾ കൊണ്ട് പോപ്പുലേഷൻ്റെ ഒരു ജനറലൈസേഷൻ, പോപ്പുലേഷൻ്റെ കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യുന്നതാണ് ഇൻഫറൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ പോപ്പുലേഷൻ വേഴ്സസ് സാമ്പിൾ. പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന അഗ്രിഗേറ്റീവ് സബ്ജക്റ്റ്, എല്ലാ സബ്ജക്റ്റും കൂടെ ചേരുമ്പോഴാണ് അതൊരു പോപ്പുലേഷനായിട്ട് മാറുന്നത്. ആസ് മീൻ സാമ്പിൾ എന്ന് പറയുമ്പോൾ ആ പോപ്പുലേഷന് റാൻഡമായിട്ട് ആ പോപ്പുലേഷനെ റെപ്രസെൻ്റ് ചെയ്യാൻ കണക്കിനുള്ള റാൻഡമായിട്ട് സെലക്ട് ചെയ്ത കുറച്ച് ഒബ്ജക്ട്സ് മാത്രം, കുറച്ച് ഐറ്റംസ് മാത്രം, അതാണ് സാമ്പിൾ. അതാണ് പോപ്പുലേഷൻ സാമ്പിളും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇപ്പോൾ പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പാരാമീറ്റർ എന്നും സാമ്പിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക് എന്നും വിളിക്കാറുണ്ട്. ദെൻ സോഴ്സസ് ഓഫ് ഡാറ്റ. നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യുമല്ലോ, ആ കളക്ട് ചെയ്യുന്ന ഡാറ്റ എവിടെ നിന്നാണ് കിട്ടിയത് അതിനെ പറയുന്ന പേരാണ് സോഴ്സ്. അങ്ങനത്തെ സോഴ്സിനെ രണ്ട് കാറ്റഗറിയായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പ്രൈമറി സോഴ്സ് ആൻഡ് സെക്കൻഡറി സോഴ്സ്. പ്രൈമറി സോഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളൊരു അനാലിസിസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ ആ ആൾ തന്നെ ഡാറ്റ കളക്ട് ചെയ്യുമ്പോഴാണ് അതൊരു പ്രൈമറി സോഴ്സായിട്ട് മാറുന്നത്. അവിടെ ഡാറ്റ കളക്ടർ തന്നെയാണ് ഡാറ്റ അനാലിസിസും നടത്തുന്നത്. അതിന് എക്സാമ്പിളാണ് എക്സ്പെരിമെൻറ്റ്സ് ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സർവേ, എന്തെങ്കിലും സർവേ, ഓൺലൈൻ സർവേ, അങ്ങനത്തെ എന്തെങ്കിലും സർവേ വെച്ചിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്തെടുക്കുന്ന ഡാറ്റ നമ്മൾ റെക്കോർഡ് ചെയ്ത് വയ്ക്കുമ്പോൾ അതാണ് പ്രൈമറി സോഴ്സ് ഓഫ് ഡാറ്റ. പിന്നെ സെക്കൻഡറി സോഴ്സ് ആകുമ്പോഴത്തേനും ആരെങ്കിലും കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ വേറൊരാൾ അവരുടെ ആവശ്യത്തിന് വേണ്ടി അത് യൂസ് ചെയ്യും, അത് എടുക്കുമ്പോഴാണ് അത് സെക്കൻഡറി സോഴ്സായിട്ട് മാറുന്നത്. അവിടെ നടക്കുന്ന ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഡാറ്റ കളക്ടർ അല്ല ഡാറ്റ അനാലിസിസ്, രണ്ടും രണ്ടാൾക്കാർ. ഡാറ്റ അനാലിസിസ് നടത്തുന്ന ആളല്ല ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾസാണ് ഏതെങ്കിലും പ്രിൻറ്റ് ജേർണൽസിലോ അല്ല പ്രിൻറ്റ് മീഡിയയിലോ അങ്ങനെ പബ്ലിഷായിട്ട് വരുന്ന ഡാറ്റാസ് കളക്ട് ചെയ്ത് അതിന് അനാലിസിസ് നടത്തുന്നത്. പിന്നെ സെൻസസ് ഡാറ്റ, സെൻസസ് എടുക്കുന്നത് ഒരാൾ, അനാലിസിസ് നടത്തുന്ന വേറൊരാളായിരിക്കും. പിന്നെ ഹിസ്റ്റോറിക്കൽ ഡാറ്റാസൊക്കെ പിന്നീട് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അതൊരു സെക്കൻഡറി സോഴ്സായിട്ട് അങ്ങനെയൊക്കെ മാറുന്നുണ്ട്. ഇത്രയും തന്നെ. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു എവരിവൺ.